ഹലോ ഗായ്സ്, അപ്പോൾ കിങ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു ഗെയിമുള്ള വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ബസ്സിൻ്റെ അകത്ത് എങ്ങനെ ജെറ്റ് ബസ്സിൽ ലിവറി കയറ്റാം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലാണ്. അപ്പോൾ വീഡിയോ ഇട്ട് മുമ്പ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആപ്പ് കയറ്റാത്ത മച്ചന്മാരുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് കയറ്റുക. കേരള ബസ് മോഡ് ലിവറിയാണ്, പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ മോഡ്സ് കയറ്റുന്ന വീഡിയോൻ്റെ അകത്ത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. ഇതാണ് നമ്മളെ കേരള ബസ് മോഡ് ലിവറി ആപ്പിൻ്റെ ലോഗോ. അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. അപ്ഡേറ്റ് ഒക്കെ വരുന്ന നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ജെറ്റ് ബസ് ലിവേഴ്സ് എന്ന് കാണാം. ഈ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ടൂറിസ്റ്റ് ബസ് ലിവേഴ്സ് എന്ന് കാണാം. അതിൻ്റെ അത് ജസ്റ്റ് ഒരു ക്ലിക്ക്, ജെറ്റ് ബസ് ടൂറിസ്റ്റ് തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കുറേ AITP ബസ്സുകളും നോർമലായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ ഡോറാഡോ, സോണിക് ഉണ്ട്, യമുനെ, ബ്യൂട്ടി ഒക്കെ ഉണ്ട്, ബ്യൂട്ടി ഹണി ബേസ്, ജയ് ഗുരു, നമ്മുടെ സ്വന്തം വയനാടൻ ബൂംസ്റ്ററാണ് കേട്ടോ വയനാടൻ്റെ. പിന്നെ എല്ലാ മോഡലുകളും ഉണ്ട്. ജസ്റ്റ് തല തിരിഞ്ഞാണല്ലേ ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വെക്കാം. അപ്പോൾ ഈ നമുക്ക് ഇവിടെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ജയഗുരു ജിൻ ഓൾഡ്, അതായത് നമ്മളെ ജിന്നിൻ്റെ ഓൾഡ് തന്നെയാണ്. എന്തായാലും നമ്മൾ ഓൾഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ZR0 ഓണാക്ക്, നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് കാണും. എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഏതാ അപ്പോൾ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എടുക്കുക. അപ്പോൾ അവിടെ ജെറ്റ് ബസ് ലിവേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ജയഗുരു ജിൻ കേരള ബസ് മോഡ് ലിവറി ആപ്പ് PNG എന്നാണോ അതിൻ്റെ ജസ്റ്റ് ഒന്ന് കയറുക. ജസ്റ്റ് അതിനെന്തൊരു കോംപ്രസ്സോ അങ്ങനെ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ അകത്ത് കയറുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നമ്മുടെ കൊമ്പൻ്റെ ഞാൻ കയറ്റിയിട്ടിരുന്നു, കൊമ്പൻ്റെ ബോംബെ. അപ്പോൾ നമുക്കിവിടെ ലിവറി എടുക്കുക, ഡിവൈസ് ഗാലറി, ബ്രൗസ് ലിവറി എടുക്കുക. അപ്പം ബ്രൗസ് ലിവർ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡിവൈസ് ഗാലറി കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഹൈ റിസൊല്യൂഷൻ കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഒന്നും കൂടെ ഗായ്സ് വരുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ ഒന്ന് പോയി സെറ്റിംഗ് ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്നും കൂടെ എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാം എടുത്തൊരുത്ത കളയാക്കാം. ഇങ്ങനെ വല്ലതും മച്ചന്മാർക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ബസ് മിനിറ്റർ ഒന്നും കൂടെ ഓണായി വരുന്നതാണ് അതിൻ്റെ പറ്റും. അപ്പോൾ ഞാനിത് സ്പീഡ് കൂട്ടി ഇടുന്നതേ ഉള്ളൂ. ഓക്കെ, ആരും ഇങ്ങനെ അടിച്ച് പറത്തിയൊന്നും പോകത്തില്ല. ഓക്കെ, ഇതൊന്ന് പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഞാൻ ഒരു വോയിസ് റെക്കോർഡാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര സ്പീഡൊക്കെ ഞാൻ കൂട്ടിയാണ് സ്നേഹിട്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഓക്കെ ഓക്കെ കരിമിഴിയുടെ കളവാണേക്ക് റെക്കോർഡിങ് തുടങ്ങി. ഓക്കെ, നമുക്ക് ഹൈ റീസൊല്യൂഷൻ ഇടുക. അവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന ചിനാണ്. അപ്പോൾ നമുക്ക് ബ്രൗസ് ലിവർ എടുക്കുക, ഡിവൈസ് ഗാലറി എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ജെറ്റ് ബസ് ലിവേഴ്സ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അയ്യോ ഗൈസ് മാറിപ്പോയി, ഡിവൈസ് ഗാലറി ബസ്സിലല്ല, ജെറ്റ് ബസ് ലിവേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ജയ് ഗുരുജിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് ഒടിയിപ്പിച്ചെടുക്കുക. നമ്മളെ ചെക്കൻ തന്നെ ഇവിടെ മസ്റ്റ് സീന് ഫാനായിട്ടിരിക്കുകയാണ്. ജസ്റ്റ് 15 രൂപയാണ്, ഇല്ലെങ്കിൽ ആഡ് കൊടുക്കുക. നമുക്കിപ്പോൾ 15 രൂപ തന്നെ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആഡ് കാണാം. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുക, എന്നാലേ നമുക്ക് ആ ഒരു വ്യൂ ഒന്ന് കിട്ടത്തുള്ളൂ. വ്യൂ ഒന്ന് ആസ്വദിച്ചോട്ടെ. 8 രൂപ കൊടുത്ത് നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ കാണാൻ വേണ്ടി വരുന്നുണ്ട് വണ്ടിയുടെ ആ ഒരു വ്യൂ, ആ ലുക്കൊക്കെ. നമ്മളെ ജയ്ഗുരു കല്ലിങ് തന്നെ പണ്ട് തൊട്ടേ അത്ര ലുക്കാണല്ലോ. ജയ്ഗുരുവിൻ്റെ ചെത്ത് സാധനമല്ലേ. ഓക്കെ, ഞാൻ പോയിട്ടില്ല. ഓക്കെ ഓക്കെ ട്രിപ്പ് കൊടുക്കാം. എവിടെ പോട്ടെ? ഓക്കെ, നമ്മുടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ നമുക്കിതാ ബാനി വാങ്ങിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ബുള്ളറ്റും കൊണ്ട് ഇവിടെ പറക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അത് ഹൈവേ പോലത്തെ റോഡിലാണ്. ഞാൻ ബാനിവാങ്കിലാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ബാനിവാങ്കിൽ നമ്മൾ വന്ന് വീണപ്പോൾ ഒന്നും കാണാനില്ല. ആ സമയത്ത് അതിൽ കൂടെ അങ്ങ് കയറ്റി അങ്ങ് എടുക്കാനായിട്ടുള്ളായിരുന്നു.
ഇതെന്താ വണ്ടി പോവാത്ത മറ്റേ പയ്യ നമുക്ക് എടുക്കാം പയ്യ. ഒരെണ്ണീറ്റുണ്ട് പെയിൻ്റ് ഇളവിട്ടുണ്ട് ജസ്റ്റ്. വേറൊരു കുഴപ്പമില്ല. നമ്മുടെ ചെക്കൻ ലൈറ്റൊക്കെ എല്ലായിടത്തും ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഗെയിമിൻ്റെ അകത്ത്. കാണാം നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ പിന്നീടാണ് എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലോറിക്കാരനൊക്കെ പറന്ന് പോകുന്നുണ്ട്. എന്നെ ഒരുവൻ വന്ന് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇതിന് നമ്മളെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ഇൻഡിക്കേറ്റർ വരെ ഞാൻ മോഡിഫൈഡ് ചെയ്താണ് ഞാൻ ഇട്ടേക്കുന്നത്. റിവേഴ്സ് എടുക്കാം ഗൈസ്. പയ്യെ റിവേഴ്സ് ടു ഡ്രൈവിംഗ് മോഡ് ഇടാം. റിവേഴ്സ് എടുക്കാം, ഡ്രൈവിംഗ് മോഡ് ഇടാം. യെസ്, ഓക്കെ. എൻ്റെ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ക്ലീൻ ആയിട്ടാണ് നമ്മളെ വണ്ടി ഇരിക്കുന്നത്. കണ്ടാ ലുക്ക് കണ്ട. ക്ലീൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്ലീനിൻ്റെ ഒക്കെ അങ്ങേ അറ്റത്തെ ക്ലീനാണ്. സ്മാൻ 1 നമ്മൾ നിൽക്കുന്നത്. ഓക്കെ സ്മാൻ 1 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കെൻ്റെ വീട്ട് വരെ ഒന്ന് പോയിട്ട് വരാം. എനിക്കിവിടെ വീടൊക്കെ ഉണ്ട്. എൻ്റെ വീട് ബാനുവാങ്കിലാണ്. അറിയാത്ത മച്ചാൻ വരാം. ഞാൻ പറയാൻ പോലെ വീട് വാങ്ങാൻ പോകുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നല്ലേ. ഇടാം മക്കളെ, ഞാൻ സെറ്റാക്കുന്നതാണ്. വീട് എനിക്ക് തന്ന അണ്ണൻ്റെ പേരാണെന്നറിയാമോ? നമ്മുടെ മല്ലു അണ്ണനാണ് എനിക്ക് വീട് പരിചയപ്പെടുത്താൻ. എനിക്കുള്ള കുറച്ച് ഓഫ് റോഡാണ്, പോയി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പോട്ടെ. ഓക്കെ, നമ്മളെ വണ്ടി പറക്കാണ്. നമ്മളെ വണ്ടി മാക്സിമം എവിടെയൊക്കെ തൊടാൻ പറ്റുന്നുണ്ടോ അത്ര തൊട്ട് പറക്കാണ്. നമ്മൾ ഡ്രൈവറിൻ്റെ സീറ്റൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഇട്ടേക്കുന്നത്. എയർ സീറ്റാണ്. ഓക്കെ, പിന്നെ നമ്മൾ വണ്ടിയൊക്കെ അങ്ങ് വാക്കുകളില്ലാത്ത രീതിക്കാണ് നമ്മളാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പയ്യെ ബ്രേക്ക് പിടിച്ച് ഇങ്ങോട്ട് തിരിക്കാം. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ടെല്ലാം എൻ്റെ ഏരിയയാണ്. ഈ ബീച്ചൊക്കെ എൻ്റെ ഏരിയയാണ്. കാരണം അതെല്ലാം ഞാൻ കുറേ കോടികൾ കൊടുത്ത് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടേക്കുന്നത്. ആ പാർക്കിങ്ങൊക്കെ അതൊക്കെ എൻ്റെ വണ്ടികളൊക്കെ ഒതുക്കാനൊക്കെ പറ്റിയ നല്ല സൂപ്പറായിട്ടാണ് അങ്ങനെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ഞാനേ ഇന്നാളൊരു ട്രിപ്പ് ഞാൻ പോയത് ദിനപ്പേസർ വഴി. അപ്പോൾ ഈ പാപ്പരംകോട്, പാലോട്, പെരിങ്ങമല കിടന്ന് കളിക്കുന്ന, ഒഴുവാറൊക്കെ കിടന്ന് കളിക്കുന്ന മച്ചാന്മാരുണ്ടെങ്കിൽ അവരുടെ ഞാൻ പറയുന്നത്, ദിനപ്പേസർ ടു ഗിലിമാനിക്ക് റോഡ് വഴി എടുക്കുമ്പോൾ അതുവഴി കൂടെ പോകുമ്പോഴേ നമ്മളെ TSP സൺസ് എന്ന് പറയുന്ന ബസ് അറിയാമെന്ന് വെച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ പാർക്കിംഗ് ആണ് ഒരുപാട് പോകണ വഴിക്ക്. ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സ്ഥലം ഞാൻ മറന്നു പോയിട്ട്. അതേപോലത്തെ ഒരു സ്ഥലം കുറേ ട്രക്കൊക്കെ ആയിട്ട് ഞാൻ നിർത്തിയിട്ടേക്കാണ്. അത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മല്ലു അണ്ണൻ്റെ അടുത്ത് ഞാൻ പറയട്ടെ. മല്ലു അണ്ണൻ നമ്മളെ സിറ്റിയിലെ കാര്യങ്ങളെല്ലാം നല്ല ചെത്തായിട്ട് നമ്മളെ ഇന്തോനേഷ്യ മുഴുവൻ അറിയപ്പെടുന്നത്. നമ്മൾ ഈ ബാനുവാങ്കി മലങ്കിൽ മാത്രം കിടന്ന് കളിക്കുന്ന ആളുടെ. പിന്നെ മാക്സ് എന്ന് എനിക്കൊരു കരാർ എഴുതി തന്നിട്ടുണ്ട്. കരാർ എന്താണെന്നൊക്കെ നമ്മൾ പിന്നീട് ഒരു ദിവസം ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് അറിയിക്കാം. പിന്നീട് ഷോർട്സ് ആയിട്ട് നമ്മൾ ഇറക്കുന്നതാണ്. പിന്നെ ഞാൻ ഇന്നലെ എന്നങ്ങണ്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഖലീഫ സെയ്ദ് മസൂദിൻ്റെയാണ് വീഡിയോ. അപ്പോൾ മസൂദ് എല്ലാവരും പോയി കാണുന്നത്. സൂപ്പർ മസൂദ് നമ്മളെ ആപ്പിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ മറന്നു. പിന്നെ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നാളെ ഒരു വീഡിയോ, കുറച്ച് നാളെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടും. എങ്ങനെ നമ്മൾ ഡസ്ത്രയ്ക്കകത്ത് ലിവറി എങ്ങനെയാണ് കയറ്റുന്നതെന്നും പറഞ്ഞുകൊണ്ട് ലിവറി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നൊരു വീഡിയോ ഇടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ലിവറി കിട്ടാറില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, നമുക്കിതാണ് എൻ്റെ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഓഫ് റോഡാണ്. താഴെക്കാരന ബീച്ച് പോർട്ട് സൈഡിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഒരു ദിവസം ആവട്ടെ. നമുക്കിപ്പോൾ വണ്ടിക്ക് ചെളിയാക്കാനൊന്നും എനിക്ക് വയ്യ. വണ്ടി കാട്ടിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി ഇടിക്കാനൊന്നും എനിക്ക് വയ്യ. ഈ ബാക്കിൽ കാണുന്ന സ്പോയിലർ ഞാൻ ഇന്ന് തന്നെ മാറ്റും പ്ലീസ്. ഇന്ന് തന്നെ സ്പോയിലർ മാറ്റും. പക്ഷേ പൈസ ഇല്ല, അത് വേറെ.
ഒരു ട്രിപ്പ് ഞാൻ എടുത്തൊക്കെയാണല്ലോ. ഇനി ആ ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കും പൈസ ചിന്ന മോനി. ഇനിയാണ് രണ്ടാമത്തെ പാർട്ട് ഇറങ്ങാൻ പോകുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വേറൊരു വീഡിയോ ഞാൻ ഇറക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിന് ഇൻട്രോ ഇല്ല. ഓക്കെ, ഇൻട്രോ ആദ്യത്തതുമായിട്ട് കൂട്ടിക്കോളനെ. അധികം ആൾക്കാർക്ക് ഒന്നും ഇത് അറിയത്തുമില്ല. ഞാൻ ഇന്നലെ തന്നെ ഇത് കണ്ടുപിടിച്ചത്. മോഡ്സ്, അതായത് നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ അകത്ത് കയറുമ്പോൾ കാണുന്ന കേരള ബസ് ലിവറി മോഡ്സിൻ്റെ അകത്ത് മോഡ്സ് എന്ന് എടുക്കണം. അപ്പോഴത്തേക്ക് ഇവിടെ കിടക്കുന്ന ഈ ബസ് ഉണ്ടോ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കണ്ട ഈ ബസ് സെഡ് അസ്ത്ര എന്നുണ്ട. ഞാൻ ഇടോട്ടിട്ട് കാണിച്ചു തരണം. ഈ ബസ് ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് വെളിയിറങ്ങുക. അതിൻ്റെ നമുക്ക് ഒന്നും കിട്ടത്തില്ല. ആ കൊമ്പനൊന്നും ഇടി ഒന്നും കിട്ടത്തില്ല. വെറും വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അതൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ ആ സെഡ് അസ്ത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചാൽ കയറ്റിയിട്ട് പിന്നെ നമ്മൾ ബസ് മോഡ്സ് ലിവറി കയറ്റാം. അപ്പോഴത്തേക്കും ടൂറിസ്റ്റ് ബസ് മോഡ് ലിവറി ഒരു ആടൊക്കെ കാണേണ്ടി വരും. അപ്പോൾ കീഴിൽ അവന്മാരൊക്കെ കുറേ ടൂറിസ്റ്റൊക്കെ കാണാൻ വേണ്ടിയായിരിക്കും. ഇതെല്ലാം സെഡ് അസ്ത്ര ടൂറിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് നേടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സെഡ് അസ്ത്രയ്ക്ക് അത് മോഡില്ലാത്തവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. സെഡ് അസ്ത്രയ്ക്ക് അതല്ല, അജയ് ഗുരു ജിന്നെല്ലാം കേട്ടാൻ പറ്റും. എന്താ നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ഇന്നിത് കാണിക്കാൻ ഞാനിത് പോകണം. ആദ്യം നിങ്ങൾ സെഡ് അസ്ത്ര നിങ്ങൾ കയറ്റണം. ഓക്കെ, സെഡ് അസ്ത്ര ആദ്യം നിങ്ങൾ കയറ്റണം. നിങ്ങളിവിടെ വരണം. ഞാനിപ്പോൾ ഇതെടുക്കാം. വാച്ചിനാവും. ഓക്കെ, പ്രീമിയം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇതൊക്കെ ചെയ്യണം. ഡൗൺലോഡ് ഞാൻ കൊടുക്കണം. ഇതിൻ്റെ ചുമേനായി പാതിരാത്രി ഇതിൻ്റെ ഷൂട്ട് ചെയ്യും. ഓക്കെ, പുറത്തിറങ്ങുക. ZR ചെക്ക് ABR ZR ഡൗൺലോഡ്സ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മോഡ്സിൽ പോവുക. നിങ്ങൾ മോഡ്സിൽ പോയതിന് ശേഷം നിങ്ങളവിടെ സെഡ് അസ്ത്ര എന്ന് പറയുന്നതിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇത് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നീട് അത് ചെയ്യുന്നത്. പിന്നെ ഞാൻ മോഡ് എങ്ങനെയാണ് കയറ്റിയെന്ന് പറയുന്ന വീഡിയോയിൻ്റെ അകത്ത് അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മോഡ് എങ്ങനെയാണ് കയറ്റിയെന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എവിടെയാണ് മോഡ്സ് ലിവറീസിൻ്റെ അകത്തോട്ട് കയറുക. ജയ് ഗുരു ജിൻ 80 എന്നാണ്. ജസ്റ്റ് ഒന്ന് കോംപ്രമൈസ് ചെയ്യുക. അപ്പോഴത്തേക്കും അത് കോംപ്രമൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ജയ് ഗുരു 80. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇത്ര എടുത്തതൊന്ന് കേൾക്കാമോ നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് മോഡിൻ്റെ അകത്തോട്ട് കയറുക. നിങ്ങൾക്കിവിടെ ഞാൻ ഇവിടെ സെഡ് അസ്ത്ര കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മോഡൊക്കെ കയറ്റുന്നത് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ശേഷം കാണുന്നത് ഇതാണ്. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഇതുമല്ല, ഇതിൻ്റെ അപ്പുറത്ത്. അയ്യോ എടാ മാറില്ലേ മാറുന്നില്ല. GTA5 ഫ്രാങ്ക്ലിൻ്റെ ആരാൻ കണ്ടേ. നമുക്ക് ലിവറി ടെംപ്ലേറ്റ്സിൻ്റെ അകത്തോട്ട് വരിക. ഹൈ റീസൊല്യൂഷൻ കൊടുക്കുക. എന്നിട്ട് ബ്രൗസ് ലിവറി എടുക്കുക. ഡിവൈസ് ഗാലറി എടുക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോഴത്തേക്കും ഇവിടെ ഈ ചെയ്തൊരു അല്ല, ഇത് ബസ് ലിവറീസാണ്. നിങ്ങൾ ദിസ് വീക്ക് അടിക്കുക. അപ്പോഴത്തേക്കും ഇവിടെ മോഡ്സ് ലിവറീസ് എന്ന് പറയുന്നൊരു ഇത് കാണും. അതിൻ്റെ അത് കയറി നിൽക്കുക. ഇതൊക്കെ ഇവിടെ ജയ് ഗുരു ജിന്നിൻ്റെ ഒന്നും കാണും. അതിൽ നിങ്ങൾ കയറി നിൽക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നും വന്നില്ലല്ലോ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്ത് വന്നു. ഇത് നിങ്ങൾക്ക് ഇവിടെ ജയ് ഗുരു ജിന്നിൻ്റെ
നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ വണ്ടി പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ചൊരു വീഡിയോ നമ്മളിനി വരുത്തുന്നതായിരിക്കും, ഒരു മൾട്ടിപ്ലെയർ വീഡിയോ. ഓക്കെ, ആരൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴൊന്നും പറയത്തില്ല. ഗ്യാരേജിനകത്ത് പോവുക, ഇത് വെക്കുക. അപ്പോൾ അടുത്തൊരു ഡേറ്റ് എല്ലാ ചങ്ക് മച്ചമായിരിക്കും. ചങ്കോളികൾക്കും ഗുഡ് ബൈ.